എൻ്റെ ഈ പിന്നിലുള്ള ചെടി അതെന്താണെന്ന് മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കരിവേപ്പിലയുടെ ചെടിയാണ്. നിങ്ങൾ കരിവേപ്പില പാചകത്തിന് ശേഷം എന്ത് ചെയ്യും? പാചകത്തിൽ, അതായത് കൂട്ടാനിലൊക്കെ ഇടുന്ന കരിവേപ്പില എന്ത് ചെയ്യും? മാറ്റി വയ്ക്കോ അതോ കഴിക്കോ? ഞാൻ അത് കളയുമായിരുന്നു. പക്ഷെ ഇപ്പം മുതൽ ഞാനത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലരും ഇതിനെ ഒരു അലങ്കാരമായിട്ടാണ് കാണുക, ഓക്കെ. പക്ഷെ ഈ ചെറിയ ഇല ഒരു നാച്ചുറൽ മെഡിസിൻ ആണത്. അത് നിങ്ങൾക്ക് അറിയോ? മിക്കവർക്കും അറിയായിരിക്കും, പക്ഷേ എല്ലാവരും അതിനെ ഒരു നെഗ്ലക്റ്റ് ചെയ്ത് മട്ടാണ്. ഞാൻ 2-3 ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ധാരാളം ഉണ്ടാവാറുണ്ടോ? വയറിന് സ്ഥിരം ഗ്യാസ്, അസിഡിറ്റി അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഷുഗർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇവയ്ക്കെല്ലാം സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കരിവേപ്പില. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാളെ മുതൽ രാവിലെ 2 to 3 കരിവേപ്പില ചവച്ച് കഴിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് പറയാം. ഇപ്പം തന്നെ കമൻറ്റിൽ പറയണം നിങ്ങൾ കറിവേപ്പില കഴിക്കുന്ന ആളാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ.